വേറെ ഏതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ്, അതായത് പാരൻസ് വഴി മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങൾക്കൊരു ആൻസർ ഉണ്ട്, ഈ ഒരു വ്യക്തി എന്തിനാണ് വന്നതെന്നെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇമോഷണലി നിങ്ങൾ ആ ഒരു വ്യക്തിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഡിസ്റ്റൻസിൽ പോയാലും അയാൾ അയാളുടെ ഉള്ളിൽ മനസ്സിലായി, അയാളുടെ ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കും അയാൾ മാറുന്നത്. മൈൻഡ് കൊണ്ട് ഇനി വേണ്ട ചെയ്യേണ്ട എന്നൊക്കെ ഓർത്തലും, പക്ഷെ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ട ആ ഒരു സമയത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം രണ്ടുപേർക്കും. പക്ഷേ ഇത് ഒരു പാസ്റ്റ് കണക്ഷൻ പോലെ നമുക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സോൾസ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും അറിയുന്നത് പോലെയൊക്കെ പിന്നെ നിങ്ങൾ തമ്മിൽ, അതാണ് ഇമോഷണലി കണക്റ്റഡ് ആവുന്നതിന് ഒരു റീസൺ അത് തന്നെയാണ്. നിങ്ങൾക്ക് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ട് തന്നെ. ഇപ്പം നിങ്ങൾ എത്രയൊക്കെ അയാളെ വഴക്കുവാനുള്ള എത്രയൊക്കെ ദൂരെ പോലെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും വളരെ കംഫർട്ട് ഫീൽ ചെയ്യും, അയാൾക്കും വളരെ കംഫർട്ട് ചെയ്യും. അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണ്, അതിൻ്റെ നല്ലൊരു എനർജി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ പാസ്റ്റിൽ സ്റ്റക്കായി കിടക്കുകയാണ്, ആ ഒരു മെമ്മറീസിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു സോള് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, മനസ്സിലായി. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളിലേക്ക് വരുന്നത്, നിങ്ങൾ വീണ്ടും ഈ ഒരു വ്യക്തി പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. റിലേഷൻഷിപ്പിന്റെ ആ ഒരു സമയത്ത് തന്നെ അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാക്കാം അവരുടെ ഒരു കമ്മിറ്റ്മെന്റ്, അവരുടെ ലൈഫിലുള്ള റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ഫാമിലിയിൽ നിന്ന് വർക്ക് സ്പേസിൽ നിന്നൊക്കെ വരുന്ന പ്രഷർ. അപ്പം അങ്ങനത്തെ ഒരു ട്രഡീഷണൽ സ്ട്രക്ചറിനെ നോക്കി അല്ലെ അതേപോലുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ഇത് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, മനസ്സിലായോ. അപ്പോൾ ഒരു ടൈം പീരീഡ് കൊണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ആ ഒരു പേഴ്സൺ മാറിയത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എന്താ പറയുക, അതിൻ്റെയൊക്കെ ഒരു എനർജി ഒരു പേഴ്സണിൽ നല്ലതുപോലെ കാണും. പക്ഷെ എത്രയൊക്കെ അവോയ്ഡ് ചെയ്ത് എത്രയൊക്കെ നിങ്ങളിൽ നിന്ന് പോയാലും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ എനർജി വേണം. കാരണം വെച്ചാൽ നിങ്ങൾ അത്രയ്ക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ എവിടെയൊക്കെ പോയാലും ആ ഒരു പേഴ്സൺ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ചില സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ടൈമിലൊക്കെ വളരെ കാഷ്വൽ ആയിട്ടും വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിങ്ങളോട് സംസാരിക്കും. പക്ഷെ ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു തരത്തില്ല, അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഒരുപാട് തകർന്നിരുന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ചോദിച്ചാൽ പോലും പ്രോപ്പറായിട്ട് ഒരു ആൻസർ പറയുകയോ എടുക്കുകയും ചെയ്യില്ല. പക്ഷെ നിങ്ങളെ അവർക്ക് വേണം, അത് നിങ്ങൾക്ക് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അത് ക്ലാരിറ്റി, അത് അതെന്താ സോൾ ലെവൽ കണക്ഷൻ കൂടെ ആയതുകൊണ്ട് അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി വേണം എല്ലാത്തിനും. അവർക്ക് അതിൻ്റെ ട്രൂത്ത് അവരുടെ സോളിന് അറിയണം, മനസ്സിലായോ. അപ്പോൾ ഓരോ സിഗ്നൽസും അതേപോലെ ഓരോ യൂണിവേഴ്സൽ മെസ്സേജസും ഒക്കെ നിങ്ങളെപ്പോലെ തന്നെ അവർ കാണുന്നുണ്ട്. പക്ഷെ